ഇന്ന് വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ്. ഒരു 850 കോടി രൂപയുടെ FDI ആണ് ഈ പദ്ധതിയിലൂടെ കേരളത്തിലേക്ക് വരുന്നു എന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. അതിൻ്റെ ഭാഗമായി 10,000-ഓളം ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും ഏകദേശം 1,500 ഇൻഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസുമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ദുബായ് ഞങ്ങളുടെ റോഡ് ഷോയിലാണ് ആദ്യം ഇവരെ പരിചയപ്പെടുന്നത്. അതിനുശേഷം കൊച്ചിയിൽ IBM ഇനാഗ്രേഷൻ നടക്കുന്ന സന്ദർഭത്തിലാണ് ആദ്യമായിട്ടുള്ള ഡിസ്കഷൻ നടക്കുന്നത്. പിന്നീട് IKGSൻ്റെ സന്ദർഭത്തിൽ അത് ഉറപ്പിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു അറ്റ് ദ ടൈം മിസ്റ്റർ രത്തൻ ഗൽക്കർ ആൻഡ് അനീഷ് വർക്കിംഗ് ആസ് ടിൻ ബ്രദേഴ്സ്. അങ്ങനെയാണ് നല്ല രീതിയിൽ ആ പ്രഖ്യാപനം നമുക്ക് നടത്താൻ കഴിയും. ഇത് ബഹുമാനായ മുഖ്യമന്ത്രി കേരളത്തെ ഒരു വിജ്ഞാന സമ്പദ്ഘടനയിലേക്കും വൈജ്ഞാനിക സമൂഹത്തിലേക്കും നയിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും ഈ സർക്കാരിൻ്റെയും വിഷൻ്റെ ഒരു പ്രധാന ഭാഗമായി തന്നെ ഈ പുതിയ സംവിധാനത്തെ IT മേഖലയിലെ മെറിഡിയൻ ടെക് പാർക്ക് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. I would like to express our gratitude to Mr. Masuki and his team for deciding to invest in the state of Kerala. അദ്ദേഹം വരുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ആരോഗ്യകരമായ പനിയായതുകൊണ്ട് എത്താൻ കഴിയില്ല എന്നറിയിക്കുകയുണ്ടായി. I think he can come for the huddle event, startup event. He has agreed for that. Sambashwarao, for the huddle event he will come. അപ്പോൾ അത് സ്റ്റാർട്ടപ്പുകൾക്കും കുറേ കൂടി സഹായകരമായിരിക്കും. ഇത് ഇന്നത് കഴിഞ്ഞ് ഇനി അടുത്തതായിട്ട് നമ്മുടെ പെനറ്റോണി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലോജിസ്റ്റിക് കമ്പനികളിലൊന്നാണ്. അവർ 100 ഏക്കറിൽ ഇൻഡസ്ട്രി കം ലോജിസ്റ്റിക് പാർക്ക് എറണാകുളത്ത് ബിനാനി ലാൻഡിൽ അതിൻ്റെ പ്രഖ്യാപനം ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് നടക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ പ്രധാനപ്പെട്ട കമ്പനിയായിട്ട് സിസ്ട്രോം അവരുടെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള പുതിയ 6 പ്രൊഡക്റ്റ് ഇന്ന് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ വർക്കലയിൽ നമ്മുടെ IKGSൽ UAE വന്ന WGH ഗ്രൂപ്പിൻ്റെ വലിയൊരു റിസോർട്ടിൻ്റെ ശിലാസ്ഥാപനം ഇന്ന് ഞാൻ നിർവഹിക്കുന്നത്. ഒരു ദിവസം 3 സ്ഥലങ്ങളിലായി 4 വലിയ പ്രൊജക്റ്റുകളാണ് കേരളത്തിലേക്ക് വരുന്നത്.